ഇന്നിപ്പോ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയ ഏതൊരാൾക്കുള്ള സംശയമാണ് അത് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്തെടുക്കും എന്നുള്ളത്. അതായത് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരലുണ്ട്. അതേപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും നമ്മളെ യൂട്യൂബിലും വീഡിയോ കണ്ടിട്ടൊക്കെ ആളുകൾ മെസ്സേജ് അയക്കും. ഏഹ് ഇപ്പൊ നമ്മളൊരു പുതിയ സ്റ്റാർട്ടപ്പ് ആണ്. അപ്പൊ നമുക്ക് ഒരു ഇത്ര രൂപ മുടക്കി കഴിഞ്ഞാൽ എത്ര ലീഡ് കിട്ടും? പിന്നെ അതേപോലെ ഇത് എത്ര ദിവസത്തേക്കാണ് ചെയ്യേണ്ടത്? ഇതിൽ ഏറ്റവും ആദ്യം ഏതാണ് ചെയ്യേണ്ടത്? അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളായിട്ട് എനിക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യലുണ്ട്, കോൾസ് ഒക്കെ വരലുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങളൊരു പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് ഉള്ളൊരു സ്ഥാപനമാണ് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ, ഇനി അതിലൊരു സർവീസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ, നിങ്ങൾക്ക് ആദ്യം വേണ്ട സംഭവം എന്ന് പറയുന്നത് ഈ GMB ആണ്. അതായത് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലാണ്. കാരണം അത് നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അത് വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ലീഡ് ജനറേഷൻ മെഷീൻ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്യുന്നത് വളരെ ഫ്രീ ആയിക്കൊണ്ട് തന്നെ നമുക്കത് ഗൂഗിളിന്റെ തന്നെ ഫ്രീ ടൂളാണ് ഈ GMB എന്ന് പറയുന്നത്. അത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്കൽ SEO എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഈ ക്ലയൻസ് നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഏത് തരത്തിലുള്ള ബിസിനസ് ആണെങ്കിലും അത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. പിന്നെ വേണ്ട നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ പേജാണ്. അതിന് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ലിങ്ക്ഡിൻ ആയിക്കോട്ടെ, അങ്ങനെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും നമുക്ക് എന്ത് ചെയ്യണം, ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നല്ലൊരു പ്രൊഫൈൽ അതിൽ തന്നെ സെറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെ ബ്രാൻഡിന്റെ ഒരു അവയർനെസ് വർദ്ധിപ്പിക്കാൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന് സാധിക്കുന്നതാണ്. ഓക്കെ, അതുവഴി വലിയ ക്വാളിറ്റി ലീഡ് മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ബ്രാൻഡ് ആളുകളുടെ ഇടയിൽ കൂടുതൽ നിലനിൽക്കാനും വേണ്ടിയിട്ടും അവർ കൂടുതൽ നമ്മളെ കുറിച്ച് അറിയാനും വേണ്ടിയിട്ടും ഈ സോഷ്യൽ മീഡിയ പേജസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന കണ്ടന്റുകൾ, ഇപ്പൊ നമ്മളെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകൾ ആളുകൾക്ക് കൊടുക്കുക, അതുമായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആളുകൾക്ക് കൊടുക്കുക, പിന്നെ എന്തെങ്കിലും പോള് സെറ്റ് ചെയ്യുക, അങ്ങനെ പല പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടന്റുകൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല ചലഞ്ചസും ആളുകൾക്ക് എന്ത് ചെയ്യാം അതുവഴി കൊടുക്കുക. അതുവഴി നമുക്ക് നമ്മളുമായിട്ട് ആളുകൾക്ക് കൂടുതൽ ഇടപഴകാനുള്ള ഒരു അവസരം നമ്മളവിടെ കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും ആളുകൾ എന്ത് ചെയ്യും, കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കും. ഓക്കെ, പിന്നെ നമുക്ക് അതിൽ വരുന്നത് ഒരു വെബ്സൈറ്റ് ആണ്. ഒരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും നല്ലൊരു സർവീസ് ആയി നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും, അതേപോലെ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അതിനെ കുറിച്ചെല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർക്കും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇതിന്റെ ഒരു വേറൊരു രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അത് മാർക്കറ്റിംഗ് സൈഡിലേക്ക് ഇത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒരു വെബ്സൈറ്റ്, ആരെങ്കിലും ചോദിക്കുമ്പോൾ അയച്ചു കൊടുക്കാൻ ഒരു വെബ്സൈറ്റ് ഒന്നും ആവരുത്. നല്ല കൃത്യമായ രീതിയിൽ SEO ചെയ്തിട്ട് അതുവഴി നമുക്ക് ഓർഗാനിക്കലി ലീഡ്സ് വരുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റ് ആക്കി നമ്മൾ മാറ്റണം. അതായത് ആദ്യം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം നമ്മൾ SEO അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്, അത് എന്ത് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മളെ ബിസിനസ് കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് എത്തുള്ളൂ. അത് മാത്രമല്ല ഗൂഗിളിൽ ടോപ്പിലേക്ക് എന്ത് ചെയ്യുള്ളൂ, ലിസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ SEOയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വരും വീഡിയോസിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ AI ഒക്കെ വന്നിട്ടുള്ളതിനെ കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ SEOയിൽ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിനൊക്കെ എത്രത്തോളം കോസ്റ്റ് ആവും എന്നുള്ളതാണ്. ഈ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങളെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടായിരിക്കും എപ്പോഴും എല്ലാത്തിനും കോസ്റ്റ് വരിക. ചില ആളുകൾ പറയലുണ്ട്, ഇന്ന ആളെ വിളിച്ചിട്ട് ഒരു 3000 രൂപയ്ക്ക് ചെയ്തുതരാന്നൊക്കെ എന്നൊക്കെ പറയലുണ്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, അവരെങ്ങനെയാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഒരു 100 രൂപ ചെലവാക്കേണ്ട അടുത്ത് 30 രൂപ മുടക്കി കഴിഞ്ഞാൽ 30 രൂപ പോവുകയും ചെയ്യും, കാര്യം നടക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഒരു ഐഡിയ നമുക്ക് എപ്പോഴും വേണം. അതേപോലെ നമ്മൾ ഏൽപ്പിക്കുന്ന ടീമിനും ആ ഒരു ഐഡിയ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് ആ ഒരു ബഡ്ജറ്റ് നിങ്ങൾ മുടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു റിട്ടേൺ കിട്ടുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.